തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. രാഹുൽ ഗാന്ധി ശിവഗിരി മഹാസമാധിയിലേക്ക് എത്തുകയാണ്. ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ രാഹുലിനെ സ്വീകരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകും. അല്ല മൊബൈൽ ഉണ്ടെന്നേ അത് അതിനിടെ രണ്ടെണ്ണം കയറിയെന്നേ. സിജോ വി ജോൺ വിശദാംശങ്ങൾ നൽകും. സിജോ, രാഹുൽ ഗാന്ധി ശിവഗിരി മഹാസമാധിയിലേക്ക് എത്തിയിരിക്കുന്നു. മഠാധിപതി നേരിട്ടെത്തി രാഹുലിനെ സ്വീകരിച്ചിരിക്കുന്നു. എത്ര സമയം രാഹുൽ അവിടെ കാണും? എന്തൊക്കെ പരിപാടികളുണ്ട്? ഒരു അരമണിക്കൂർ രാഹുൽ ഇവിടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശിവഗിരി മഠത്തിൽ വന്നതിന് ശേഷം മഹാസമാധിയിൽ എത്തി ഇപ്പോൾ പുഷ്പാർച്ചന അർപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ശിവഗിരി മഠാധിപതിയായിട്ടുള്ള സ്വാമി സച്ചിദാനന്ദ ഉൾപ്പെടെ എത്തുകയും ചെയ്തിരുന്നു. ഇവിടെ പുഷ്പാർച്ചന അർപ്പിച്ചതിന് ശേഷം രാഹുൽ ഇപ്പോൾ താഴെ ഗസ്റ്റ് ഹൗസിലേക്കാണ് മടങ്ങിയിരിക്കുന്നത്. അവിടെ മഠത്തിന്റെ പ്രതിനിധികളുമായും സ്വാമിമാരുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരിക്കുക. 11 മണിക്കാണ് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ IT പ്രൊഫഷണൽസുമായിട്ടുള്ള ഒരു സംവാദ പരിപാടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം ഇനി ഇവിടുന്ന് വൈകില്ല എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. അതിനുശേഷമായിരിക്കും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പരിപാടിയായ ഈ പുതുയുഗയുടെ സമാപന വേദിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തുകയും ചെയ്യുക. വൈകിട്ട് 4 മണിയോടുകൂടിയാണ് അതിന്റെ സമാപന സമ്മേളനം തീരുമാനിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് സമീപത്ത് നിന്ന് VD സതീശന്റെ നേതൃത്വത്തിൽ ഒരു റാലിയുണ്ട്. ആ റാലി ഉത്തരക്കണ്ട് മൈതാനത്തോട് എത്തുന്നതോടുകൂടി രാഹുൽ ഗാന്ധിയും അങ്ങോട്ട് എത്തും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുങ്ങുന്ന സമയത്താണ് ഇത്തരത്തിലൊരു സന്ദർശനം എന്നുള്ളതാണ്. ഇന്നത്തെ ഈ സന്ദർശനത്തിൽ അല്ലെങ്കിൽ ഈ യോഗത്തിലൊക്കെ രാഹുൽ എന്താണ് പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് UDF നൽകുന്നത്, എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാകുക, എന്താ വാഗ്ദാനങ്ങളാണ് ഉറപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇന്നത്തെ രാഹുലിന്റെ പ്രസംഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധി ശിവഗിരി മഠത്തിലെത്തിയിരിക്കുന്നു. മഠാധിപതി എത്തി സ്വീകരിക്കുന്നു. അരമണിക്കൂർ സമയം അവിടെ തുടരുമെന്ന് മനസ്സിലാക്കുന്നു നമ്മൾ. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് പുതുയുഗയാത്രയുടെ സമാപന ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട് രാഹുൽ ഗാന്ധിക്ക്. ഇപ്പോൾ ശിവഗിരി മഠത്തിലേക്ക് അദ്ദേഹം പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ. भैया मीडिया से भाग गया जब